ഹലോ എവരിവൺ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ 2024 ഡിസംബർ എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ JRF അവാർഡ് ലെറ്റർ എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു, എപ്പോൾ ലഭിക്കും എന്നുള്ളതാണ്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അതുപോലെ തന്നെ NFOBC നാഷണൽ ഫെലോഷിപ്പ് ഫോർ OBC സ്റ്റുഡൻറ്റ്, അതുപോലെ NFSC, ഈ രണ്ട് കാര്യങ്ങളും. ഇതിപ്പോൾ NFSCയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ആ കാര്യങ്ങൾ. NFOBC വന്നിട്ടില്ല. അതെങ്ങനെയാണ് അവാർഡ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ അറിയാനുള്ളത്, ഏത് രീതിയിലാണ് നമുക്കതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടുക. അതായത് നമുക്ക് JRF കിട്ടിയതിന് തുല്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് NFSCയും NFOBCയും. NFSC എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. NFOBC എന്ന് പറയുന്നത് OBC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമുക്ക് ചെറിയ മാർക്കിന് JRF നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഫെലോഷിപ്പുകളും ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. നമുക്കിപ്പോൾ NDAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്കോർ കാർഡ് മാത്രമാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് ലൈവായിട്ടുള്ളത് ജൂൺ 2024-താണ്. അപ്പോൾ പലരും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരുപാട് ലിങ്കുകൾ നിങ്ങൾ അയച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജൂൺ 2024-താണ്. ഡിസംബർ 2024-ൻ്റെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ JRF അവാർഡ് ലെറ്ററോ ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. കഴിഞ്ഞ തവണ, അതായത് ജൂൺ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിസംബർ എക്സാമിനേഷൻ്റെ അപ്ലിക്കേഷൻ ക്ഷണിച്ച ആ ഒരു സമയത്താണ് ഈ ഒരു അവാർഡ് ലെറ്റർ വന്നത്. അത് ലേറ്റ് ആവാനുള്ള കാരണം ജൂൺ പരീക്ഷ ഓൾറെഡി മാറ്റി വെച്ചതാണ്. അത് നമ്മുടെ ഡിസംബർ പരീക്ഷയോട് അടുപ്പിച്ചാണ് ആ പരീക്ഷ നടന്നത്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്നാൽ ഇത്തവണ ജൂൺ എക്സാം ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല, അതിന് മുമ്പേ തന്നെ നമുക്കത് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു ഏപ്രിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ JRF അവാർഡ് ലെറ്ററും സർട്ടിഫിക്കറ്റും ലഭിക്കേണ്ടതാണ്. ഓക്കെ, ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി NFSCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാഷണൽ ഫെലോഷിപ്പ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഓക്കെ, അതത് മന്ത്രാലയമാണ് 2022 മുതൽ NFSCയും NFOBCയും കൈകാര്യം ചെയ്യുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. NFOBC ഇപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്നത് ജൂൺ 2024-താണ്. അതായത് ഈ കഴിഞ്ഞ പരീക്ഷയല്ല, അതിന് തൊട്ട് മുമ്പുള്ള പരീക്ഷയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് കാണാൻ സാധിക്കും. 3 മാസമാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 3 മാസത്തിനുള്ളിൽ നമ്മൾ ക്ലെയിം ചെയ്തിരിക്കണം. അതിൻ്റെ ഗൈഡ് ലൈൻസ് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാറ്റഗറി വൈസ് കട്ട് ഓഫ് അതിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ നമ്പറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക, അതായത് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അവാർഡ് ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അവാർഡ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പോവാം. അവാർഡ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിൽ ഇങ്ങനെയാണ് കാണിക്കുക. അവിടെ നമ്മുടെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. UGC നെറ്റ് ആണെങ്കിൽ UGC നെറ്റ് ജൂൺ 2024 സെലക്ട് ചെയ്യുക. നമ്മുടെ റോൾ നമ്പർ ഇവിടെ കൊടുക്കുക, അപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫെലോഷിപ്പ് അവാർഡ് ലെറ്റർ ലഭിക്കും. അപ്പോൾ നമുക്കറിയാം MANF നിർത്തലാക്കിയതിന് ശേഷം നമുക്ക് 2 ഫെലോഷിപ്പുകൾ മാത്രമേ ഉള്ളൂ, NFOBCയും അതുപോലെ തന്നെ NFSCയും. ഈ 2 ഫെലോഷിപ്പുകളാണ് ഇപ്പം JRFന് പുറമെ. NFPWD അങ്ങനെയൊക്കെ വരുന്നുണ്ട്, എന്നാലും നോർമലി നമുക്ക് ഈ 2 ഫെലോഷിപ്പുകളാണ് JRF ഏതെങ്കിലും ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കുന്നത്. ഇപ്പോൾ 2024 NFSC ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കുക. നമുക്ക് ഓൾറെഡി മെയിൽ വരണം അല്ലെങ്കിൽ മെസ്സേജ് വരേണ്ടതാണ്. ആ കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ഫെലോഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ 2 വർഷം JRFും പിന്നീട് വരുന്ന 3 വർഷം SRFനും JRF ഫെലോഷിപ്പിന് നമുക്ക് ലഭിക്കുന്ന അതേ തുക തന്നെ ലഭിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ NFOBCയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 2022-ന് ശേഷം അതത് മന്ത്രാലയമാണ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഡിസംബർ 2023-ൻ്റെ ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജൂൺ 2024-ൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല, അത് നമുക്ക് വരാനുണ്ട്. ഇനി അടുത്തത് വരാനുള്ളത് ഇതാണ്. NFOBCയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. NFOBCയും ഇതേപോലെ തന്നെ നമുക്ക് അവാർഡ് ലെറ്റർ ലഭിക്കും, അതായത് നാഷണൽ ഫെലോഷിപ്പിൻ്റെ അവാർഡ് ലെറ്റർ ലഭിക്കും. റോൾ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പ്രൊസീഡ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അവാർഡ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതും മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. എന്താണ് NFOBC, എന്താണ് NFSC എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് ഇതിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നെറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ JRF അവാർഡ് ലെറ്റർ, അതുപോലെ NFOBC NFSC ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. NFOBC ഉടൻ തന്നെ വരും. NFSC ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പരീക്ഷയുടെ JRF അവാർഡ് ലെറ്ററും സർട്ടിഫിക്കറ്റും നമുക്ക് ഉടൻ തന്നെ ലഭിക്കും. ഓക്കെ, കഴിഞ്ഞതുപോലെ അത്ര ഡിലേ ആവില്ല. കാരണം കഴിഞ്ഞ പരീക്ഷ എന്ന് പറയുന്നത് ജൂൺ പരീക്ഷ മാറ്റി വെച്ചത് കൊണ്ടാണ് അത് മറ്റ് പരീക്ഷയുടെ ആ ഒരു അടുത്ത ഡേറ്റിലേക്ക് വന്നത്. അങ്ങനെ ഇത്തവണ ഉണ്ടാവില്ല.
ഒരുപാട് പേര് ഈ ഒരു കാര്യം ഡൗട്ടായിട്ട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.